ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒ പിയിൽ ഒരു അമ്മ വന്നു, 72 വയസ്സുള്ള പേഷ്യൻ്റാണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്, മുട്ടിന് തേയ്മാനമാണ്. അപ്പോൾ അതിനുശേഷം അവർ ഒ പിയിൽ വന്നത് പനിയാണ്, നല്ല രീതിയിൽ പനിക്കുന്നു, 2 ദിവസമായിട്ട് പനിക്കുന്നു. കാലിൻ്റെ ഇവിടെ ആങ്കിൾ റൈറ്റ് സൈഡിൽ മുട്ടിന് താഴെ ആങ്കിൾ വരെയുള്ള ഏരിയ അത് കാലിൻ്റെ പാദമൊക്കെ നല്ല ചുമന്നിരിക്കുന്നു, നല്ല രീതിയിൽ നീർക്കെട്ടുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ നോക്കുമ്പോൾ അത് സെല്ലുലൈറ്റിസ് എന്ന് പറയും. സെല്ലുലൈറ്റിസ് വെച്ചാൽ സ്കിന്നിന് താഴത്തുള്ള ടിഷ്യൂ ഉണ്ടല്ലോ, അതിന് വരുന്ന ഇൻഫെക്ഷനാണ്, കോമൺ ആയിട്ട് വരുന്ന ഒരു ഇൻഫെക്ഷനാണ്. അപ്പോൾ ഇവർ വലിയ ഡയബറ്റിക് ഒന്നുമല്ല, വലിയ വേറെ അസുഖങ്ങളൊന്നും ഇവർക്കില്ല. പക്ഷേ ഇവർക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ വിരലുകൾ കുറച്ച് വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ സെല്ലുലൈറ്റിസ് എവിടെ നിന്നുണ്ടായെന്ന് നോക്കുമ്പോൾ ഈ വിരലുകൾ വളഞ്ഞിരിക്കുന്നതിനിടയ്ക്ക് ചെറിയ രീതിയിൽ വളംകടി പോലെ, നമ്മൾ ഇൻ്റർട്രൈഗോ എന്ന് പറയും, കുറച്ച് ഇൻഫെക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ആ ഇൻഫെക്ഷൻ കുറച്ച് ദിവസമായിട്ട് അവർ കൊണ്ട് നടന്നു, അതിന് ശേഷമാണ് ഇതുണ്ടായത്. അപ്പോൾ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്കും ആമവാദമുള്ളവർക്കും ഇങ്ങനെ വിരലുകൾക്ക് ചെറിയ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഇത് കോമൺ ആയിട്ട് വരാം. കാരണം നമുക്കറിയാം വാതരോഗത്തിൽ വിരലുകൾക്ക് ചെറിയ ഷേപ്പ് വ്യത്യാസം വരും അല്ലേ. ചിലർക്ക് വിരൽ ഇങ്ങനെ ഇരിക്കും, ചിലർക്ക് അപ്പോൾ വിരൽ കുറച്ച് മടങ്ങി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ വിരലുകൾക്കിടയിലുള്ള സ്ഥലം നമ്മൾ ക്ലീൻ ചെയ്യില്ല, വെള്ളത്തിലൊക്കെ കൈ മുക്കും. സാറേ അമ്മമാരെല്ലാവരും ആണ് നമുക്കറിയാം, പലപ്പോഴും പാത്രം കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ചെയ്യില്ല. സാധാരണ ആൾക്കാർക്കാണ് പെട്ടെന്ന് തുടച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡ്രൈ ആകും. പക്ഷേ ഇവർക്ക് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് പലപ്പോഴും നന്നായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഡ്രൈ ചെയ്തില്ലെങ്കിൽ അത് ഡ്രൈ ആകില്ല. ഡ്രൈ ആകാതിരിക്കുമ്പോൾ ഇങ്ങനെ മാത്രമല്ല ഇങ്ങനെ ഒരസി അവിടെ പൊട്ടൽ വരികയും ആദ്യം ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വരും. അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടും വരാം. അപ്പം അത് നമുക്ക് നോക്കിയാൽ അറിയാം, വിടവുകൾ നോക്കുമ്പോൾ വെളുത്തിരിക്കും. അങ്ങനെ വളംകടി എന്നൊക്കെ പണ്ട് ആൾക്കാർ പറയുന്നുണ്ട്, കാലിനൊക്കെ വരുമ്പോൾ അതിന് വളംകടി എന്നൊക്കെയാണ് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്നത്. അപ്പോൾ ഇൻ്റർട്രൈഗോ അഥവാ 2 വിരലുകൾക്കിടയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ 2 സ്കിന്നുകൾ ഉറഞ്ഞുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ഇക്കാലത്ത് വളരെ കോമൺ ആണ്. എസ്പെഷ്യലി മഴക്കാലത്ത് നമ്മൾ ആ പൊട്ടിയ ഭാഗം വെച്ച് വെള്ളത്തിലൊക്കെ നടന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെള്ളത്തിൽ നമ്മുടെ വിരലുകൾ വൃത്തിയായി വെക്കുക. വിരലുകൾക്കിടയിലുള്ള ഭാഗം അത് നന്നായിട്ട് വൃത്തിയായിട്ട് വെക്കണം. അത് എസ്പെഷ്യലി കുറച്ച് വിരലുകൾ വളഞ്ഞ ആളുകൾ, എല്ലാ ആർത്രൈറ്റിസ് പേഷ്യൻറ്റും ചെറിയ രീതിയിൽ വിരലുകൾക്ക് ഡിഫോമിറ്റി ഉണ്ടാകാം. അങ്ങനെ ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ഓർക്കുക. അത് എന്നിട്ട് ഡ്രൈ ആയിട്ട് വെക്കുക, കറക്റ്റായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക. പക്ഷേ നിങ്ങൾക്കപ്പം എത്ര ഡ്രൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചിലപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലെന്ന് വരാം. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ ചിലർക്ക് അവിടെ ചെറിയ വേദനയോ ചെറിയ ചൊറിച്ചിലോ നോക്കുമ്പോൾ വിരൽ അനത്ത് നോക്കുമ്പോൾ വെള്ള കളർ വരും. വെള്ള കളറിൽ ചെറിയൊരു പാട പോലെയുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു അൾസറേറ്റ് ചെയ്ത് ചെറുതായിട്ട് പൊട്ടി അതിൽ വെള്ളം ഇതിലുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഡോക്ടറെ കണ്ട് ചെറിയൊരു ആൻറ്റി ഫംഗൽ ക്രീമൊക്കെ, നമ്മൾ കാൻഡിഡ് പോലെയുള്ള ആൻറ്റി ഫംഗൽ ക്രീം വളരെ എഫക്റ്റീവാണ്, അത് തേച്ച് കഴിഞ്ഞാൽ അത് പോകും. അത് കാരണം ഫംഗൽ ഇൻഫെക്ഷൻ കുറച്ച് ദിവസം അവിടെ നിന്ന് കഴിയുമ്പോൾ എന്ത് പറ്റും, അതിൽ സെക്കൻഡറി ബാക്ടീരിയൽ വീണ്ടും അതിൻ്റെ മുകളിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. അങ്ങനെയാണെങ്കിൽ പലപ്പോഴും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ക്രീംസോ ടീ ബാക്ടീരിയ പോലുള്ള ക്രീംസോ എന്തെങ്കിലും ചിലപ്പോൾ അത് അവിടെ തേച്ച് കഴിഞ്ഞാൽ അത് കുറഞ്ഞു വരും. അപ്പം ഒന്നാമത് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഡ്രൈ ചെയ്ത് വെക്കുക. 2, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആൻറ്റി ഫംഗൽസോ ആൻറ്റി ബാക്ടീരിയൽ ഡോക്ടറെ കണ്ട് നിങ്ങൾ അവിടെ തേക്കുക. അപ്പോഴും നമ്മൾ ചെയ്തതിൽ എന്ത് പറ്റും, അത് കുറച്ചുകൂടി സെല്ലുലൈറ്റിസ് ആയി. ഈ സെല്ലുലൈറ്റിസ് ആയി അവിടുത്തെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ആദ്യം ഫംഗൽ ഇൻഫെക്ഷൻ വന്നു, അപ്പോൾ സ്കിന്ന് അൾസറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന് അത് സ്കിന്നിലോട്ട് കാല് മൊത്തവും പടർന്ന് വ്യാപിച്ചു. അതിനെയാണ് സെല്ലുലൈറ്റിസ് എന്ന് വിളിക്കുന്നത്. സെല്ലുലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ പലപ്പോഴും കൂടിയ ഡോസിൽ ചിലപ്പോൾ IV ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ടി വന്നു ഈ അമ്മയ്ക്ക്. കാരണം വളരെ നല്ല ഫീവറായിരുന്നു, CRP ഒക്കെ വളരെ കൂടുതലായിരുന്നു ബ്ലഡിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് IV ആൻറ്റിബയോട്ടിക് കൊടുത്തു, പിന്നെ നമ്മൾ ശരിയായി. പക്ഷേ പറഞ്ഞു വന്നത് വളരെ സിമ്പിളായിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കുറേ പേർക്ക് നമ്മൾ കാണാറുണ്ട്, എസ്പെഷ്യലി വളഞ്ഞ വിരലുകൾ കളിക്കുന്ന, വിരലുകൾ ഇച്ചിരി ഡിഫോമിറ്റി ഉള്ളവർ, കണ്ടമാനം വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർ, അവരെ കൃത്യമായിട്ട് കൈയുടെയും കാലിൻ്റെ ഇടുക്കുകൾ ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ പ്രോബ്ലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മുളയിൽ നുള്ളുക, വരാതിരിക്കാൻ നോക്കുക. വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം ശരിയാകും.